ഇത് പറയുകയാണെങ്കിൽ നമുക്ക് വിജയത്തിനെ കുറിച്ച് പറയാം. അദ്ദേഹം നിരവധി അഗ്നിപരീക്ഷകൾ അതിജീവിച്ച മനുഷ്യനാണ്. ഇനിയും അദ്ദേഹം ഒരുപാട് അഗ്നിപരീക്ഷകൾ ജയിക്കും. അതിനുള്ള അനുഭവ സമ്പത്തും വിദ്യാശക്തിയും അദ്ദേഹത്തിനുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ അവസരത്തിൽ എല്ലാവിധ വിജയങ്ങളും ഞാൻ നേരുന്നു. ഇപ്പോൾ പിണറായി വിജയനും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. മനുഷ്യരോട് മനുഷ്യത്വമുള്ള ഒരാൾ. ആർട്ടിസ്റ്റിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. നല്ലൊരാളായിരുന്നു. എന്ത് എളിമയായിട്ടാണ് അങ്ങനെ നടക്കുന്നത്. വലിയ ഇഷ്ടമാണ് പിണറായി വിജയന്. വലിയ ഇഷ്ടം. കേരളത്തിന്റെ അഹങ്കാരമായ മറ്റ് സംസ്ഥാനങ്ങളിലെ എല്ലാവരും അസൂയയോടെ നോക്കുന്ന നമ്മുടെ ഈ പിണറായി പെരുമ ഇനിയും ഒരുപാട് വലിയ വലിയ സന്തോഷങ്ങളും വലിയ വലിയ ഉയരങ്ങളും കീഴടക്കി നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. In 2017, when I decided to take the plunge into active politics, once again I turned to Kerala and took advice from our dear Chief Minister, Mr. Pinarayi Vijayan. പക്ഷെ പെട്ടെന്ന് ഞാൻ ആ കോലെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കൈ വന്ന് അതെടുത്ത് എന്റെ അടുത്തേക്ക് വന്നു. ആദ്യത്തെ വേദിയാണല്ലേ, പേടിക്കണ്ട, നന്നാവും, ഹസ്രണം, ഉഗ്രനാക്കണം. എന്റെ പേര് പിണറായി വിജയൻ എന്നാണ്. ஒரு ஃபேமஸான ஒரு லைன் இருக்கு சூப்பர் ஸ்டார் ரஜினி சாரோட பாட்டுல, பிறந்த ஊருக்கு பெருமை சேரு, வளர்ந்து நாட்டுக்கு புகழ சேருன்னு சொல்லி முரட்டு காலையில ஒரு ஃபேமஸ் லைன் இருக்கு. ஸோ அந்த லைன் எப்படி ட்ரூ ஆச்சுங்கிறத சிஎம் சாரை பார்த்தா தெரிஞ்சுக்கலாம்னு நினைக்கிறேன். ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ധീരമായ നിലപാട് പറഞ്ഞു ശ്രീ പിണറായി വിജയൻ. ഞാൻ യൂത്ത് ലീഗിന്റെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പ്രിയപ്പെട്ട പിണറായി വിജയന് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ്. ഏത് പ്രതിസന്ധിയും പുള്ളി തരണം ചെയ്യാൻ നിൽക്കും, മുൻപിൽ നിൽക്കും. ആ ഒരു സിൻസിയറിറ്റി ടു പാർട്ടി, അത് അദ്ദേഹത്തിന്റെ ഒരു വലിയ റെസെപ്റ്റ് തന്നെയാണ്. ശ്രീ പിണറായി വിജയൻ ഒരിക്കലും പോയിട്ടില്ല. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു കാർക്കശ്യം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എന്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ള ഒരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. ஒரு ஸ்கூல்ல ஒரு ஹெட் மாஸ்டர் இருந்தாங்க, எப்படி இருப்பாங்க அந்த மாதிரி ரொம்ப சிம்பிளா உட்காருங்க. he didn't want me to stand, he made me sit and all. அவர் வரும்போது பார்த்தேன், இவ்வளவு சிம்பிளா ஒரு சீஃப் மினிஸ்டர் என் லைஃப்ல நான் பார்ப்பேன். Wish Chief Minister Mr. Pinarayi Vijayan the very best for his opening ceremony, and I'm wishing the very best.